ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദിയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരോടും ഒന്ന് പേജ് ഫോളോ ചെയ്യാൻ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വേക്കൻസി അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ്. ഹമദ് ഹോസ്പിറ്റലിന്റെ വേക്കൻസിയാണ് കേട്ടോ. അവരുടെ സൈറ്റിൽ ഇന്ന് അവർ അപ്ഡേറ്റ് ചെയ്ത വേക്കൻസിയാണ്. പോസ്റ്റിന്റെ പേര് ക്ലിനിക്കൽ എക്സസൈസ് ഫിസിയോളജി സ്പെഷ്യലിസ്റ്റ് ആണ്. ക്ലിനിക്കൽ എക്സസൈസ് ഫിസിയോളജി സ്പെഷ്യലിസ്റ്റ് ആണ്. ബാച്ചിലർ ഡിഗ്രി ഇൻ ഫിസിയോതെറാപ്പിയിലോ കിൻസിയോളജിയിലോ അല്ലെങ്കിൽ എക്സസൈസ് ഫിസിയോളജിയിലോ ഒക്കെയുള്ള ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ PG ഡിപ്ലോമയും വേണം കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് അവർ ചോദിച്ചിട്ടുണ്ട്. സെയിം പ്ലസ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 4 വർഷത്തെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഇൻ കാർഡിയോവാസ്കുലർ, പൾമണറി ആൻഡ് മെറ്റബോളിക് ഡിസോർഡർ. ഇതിലേതെങ്കിലുമൊക്കെയുള്ള 4 വർഷത്തെ എക്സ്പീരിയൻസ് പ്ലസ് ഈ PG സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ആൾക്കാരെ ഹമദ് ഹോസ്പിറ്റലിന്റെ സൈറ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. അവരുടെ സൈറ്റിൽ അവർ ഇന്ന് അപ്ഡേറ്റ് ചെയ്ത വേക്കൻസിയാണ്. QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റിയും വേണം കേട്ടോ. അതുപോലെ തന്നെ സെയിം വേക്കൻസി ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ സൈറ്റിൽ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒന്നെങ്കിൽ ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ സൈറ്റിൽ ചെക്ക് ചെയ്യുക, ഹമദ് ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പം പിന്നെ പോസ്റ്റിന്റെ പേര് ക്ലിനിക്കൽ ഫിസിയോളജി സ്പെഷ്യലിസ്റ്റ് കേട്ടോ. ക്ലിനിക്കൽ എക്സസൈസ് ഫിസിയോളജി സ്പെഷ്യലിസ്റ്റ്. അതുപോലെ തന്നെ യൂറോളജി ടെക്നോളജിസ്റ്റിന്റെ വേക്കൻസി ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഹമദ് ഹോസ്പിറ്റലിലേക്കാണെന്നാണ് അവരതിനകത്ത് മെൻഷൻ, ഖത്തറിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണെന്നാണ് അവരതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. യൂറോളജി ടെക്നോളജിസ്റ്റ്. അതിന്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് അവർ ചോദിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ ഹെൽത്ത് കെയർ ഫീൽഡ് പ്ലസ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യൂറോളജിയിലോ അല്ലെങ്കിൽ സർജറിയിലൊക്കെയുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും ബാച്ചിലർ ഡിഗ്രി യൂറോളജിയിൽ ബാച്ചിലർ ഡിഗ്രി ഒക്കെ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ QCHP ലൈസൻസ് ഒക്കെ എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ സൈറ്റിലാണ് ഇത് രണ്ട് ഇട്ടിരിക്കുന്നത്. ക്ലിനിക്കൽ എക്സസൈസ് ഫിസിയോളജി സ്പെഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ യൂറോളജി ടെക്നോളജിസ്റ്റ് കേട്ടോ. അപ്പോൾ ഖത്തറിൽ ജോലി നോക്കുന്നവരൊക്കെ ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹമദ് ഹോസ്പിറ്റലിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആസ്റ്റർ ഹോസ്പിറ്റൽ, ഖത്തറിലുള്ള ആസ്റ്റർ ഹോസ്പിറ്റലിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. എഞ്ചിനീയറിന്റെ വേക്കൻസി ഇട്ടുണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബയോമെഡിക്കൽ എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. പക്ഷേ ഇത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനുള്ളതാണ്. വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് 11 നവംബർ 2025. അപ്പോൾ നാളെയാണ് ഇന്റർവ്യൂ കേട്ടോ. 11 നവംബർ 2025 ആസ്റ്റർ ഹോസ്പിറ്റലിലേക്കാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെ വേക്കൻസി. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ബാച്ചിലർ ഡിഗ്രി 3 മുതൽ 4 വർഷം വരെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, ഖത്തറിലുള്ളവർ, ഖത്തർ ID ട്രാൻസ്ഫറബിൾ വിസയൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ആസ്റ്റർ ഹോസ്പിറ്റലിന്റെ സൈറ്റ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ അതിന്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ലൊക്കേഷനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അത് വേണ്ടവർ കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പം ഇത്രയാണ് ഇന്നത്തെ വേക്കൻസി. അപ്പോൾ ഖത്തറിൽ ജോലി നോക്കുന്നവരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ജോലി നോക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെ ക്ലിനിക്കൽ എക്സസൈസ് ഫിസിയോളജി സ്പെഷ്യലിസ്റ്റിൻ്റെത് യൂറോളജി ടെക്നോളജിസ്റ്റ്. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.